പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലുള്ള കാറ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും പേരിലായിരിക്കും. എന്നാൽ ഈ വാഹനം എപ്പോഴും ഓടിക്കുന്നത് ഈ രജിസ്ട്രേഡ് ഉടമയാകണമെന്നില്ലല്ലോ. മകനാകാം, മകളാകാം, വീട്ടിലെ മറ്റേതെങ്കിലും കുടുംബാംഗമാകാം. ഇനി അവർ പോലും ആകണമെന്നില്ല, ഏതെങ്കിലും സുഹൃത്തുക്കൾ പോലും ആകാം. മറ്റാരെങ്കിലും, അതായത് രജിസ്റ്റേർഡ് ഉടമയല്ലാത്ത ഒരാൾ ഈ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു അപകടമുണ്ടായാൽ അവർക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടുമോ? ഇനി ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം ആണെങ്കിൽ ഈ വാഹനത്തിന് എല്ലാ കവറേജുകളും ലഭിക്കുമോ? ഈ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ വന്നതാണ്. ഒരു വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ വിവിധ കവറുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഈ വീഡിയോ ഏകദേശം FB, ഇൻസ്റ്റ എല്ലാം ഉൾപ്പെടെ 8.5 മില്യൺ ആളുകളാണ് ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ധാരാളം കമൻറ്റുകളും ചോദ്യങ്ങളും ഇതിൻ്റെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രസക്തമായതും പൊതുജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ചോദ്യങ്ങളിലേക്കും അവയ്ക്കുള്ള ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുന്നേ മോട്ടോർ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ചില അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഒരു മോട്ടോർ ഇൻഷുറൻസ്? പോളിസി ഹോൾഡർ അഥവാ വാഹന ഉടമയും ഇൻഷുറൻസ് നൽകുന്ന സ്ഥാപനവും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു കരാറാണ് ഇൻഷുറൻസ് എന്ന് ഏറ്റവും ലളിതമായി നമുക്ക് പറയാം. നിർദ്ദിഷ്ട നിബന്ധനകൾക്ക് വിധേയമായി സാമ്പത്തിക നഷ്ടപരിഹാരം നൽകുന്നതാണ് ഈ കരാർ. മോട്ടോർ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് ആഡ് ഓൺ കവർ. ഈ ആഡ് ഓൺ കവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കടയിൽ ചെന്ന് ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഈ ഫോണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി സ്ക്രീൻ ഗാർഡ്, പൗച്ച് ഇവയെല്ലാം നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങി അതിൻ്റെ കൂടെ ഉപയോഗിക്കും. ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് ഫോൺ വാങ്ങുന്ന കസ്റ്റമറുടെ ഓപ്ഷനാണ്. ഇതുതന്നെയാണ് ഒരു ആഡ് ഓൺ കവർ എന്നുള്ളതും. ഒരു അടിസ്ഥാന പോളിസിയുടെ കൂടെ അധിക പ്രീമിയം കൊടുത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്ന കവറുകളാണ് ആഡ് ഓൺ കവർ. ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് കസ്റ്റമറുടെ ഓപ്ഷനാണ്. അദ്ദേഹത്തിന് കൂടുതൽ പ്രീമിയം കൊടുത്ത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം. ഇവ മറ്റൊരു പേരിലും അറിയപ്പെടും നോൺ എസെൻഷ്യൽ കവർ എന്നുള്ളത്. എന്താണ് ഒരു ഫുൾ കവർ ഇൻഷുറൻസ്? ഒരു മോട്ടോർ ഇൻഷുറൻസിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് തേർഡ് പാർട്ടി പോർഷൻ, 2 ഓൺ ഡാമേജ് പോർഷൻ. ഈ വാഹനം മൂലം മറ്റൊരാളുടെ ജീവനോ സ്വത്തിനോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനാണ് തേർഡ് പാർട്ടി പോർഷൻ ഉപകരിക്കുന്നത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ്. ഒരു ആക്സിഡൻറ്റ് മൂലം ഈ വാഹനത്തിനുണ്ടാകുന്ന കേടുപാടുകൾ റിപ്പയർ ചെയ്യുന്നതിന് ഉടമയെ സാമ്പത്തികമായി സഹായിക്കുന്നതിനാണ് ഓൺ ഡാമേജ് പോർഷൻ ഇൻഷുറൻസ് നൽകുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ വെള്ളപ്പൊക്കം മൂലം അല്ലെങ്കിൽ മോഷണം മൂലം അല്ലെ ഏതെങ്കിലും പ്രകൃതി ദുരന്തം മൂലമൊക്കെ ഈ വാഹനം ചിലപ്പോൾ നഷ്ടപ്പെടാം. അത്തരം സാഹചര്യങ്ങളിലും ഉടമയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനും ഓൺ ഡാമേജ് പോർഷൻ ഉടമയെ സഹായിക്കും. കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ച CPA, അൺനെയിംഡ് പാസഞ്ചർ കവർ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു ചോദ്യമായിരുന്നു, ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ കമ്പൽസറി PA, അൺനെയിംഡ് പാസഞ്ചർ കവർ, ലീഗൽ ലയബിലിറ്റി ടു പെയ്ഡ് ഡ്രൈവർ ഇവയെല്ലാം ബാധകമായി തരേണ്ടതല്ലേ എന്നുള്ളത്. പക്ഷേ ഒരു സ്വകാര്യ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇത് 3 ഐറ്റവും ഒരു ആഡ് ഓൺ കവറാണ്. ഇത് ഇൻഷുറൻസ് കമ്പനിക്ക് കൂടുതൽ പ്രീമിയം കൊടുത്തിട്ട് വേണം ഇതെല്ലാം പോളിസിയോട് കൂട്ടിച്ചേർക്കാൻ. വാഹന ഉടമ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ കമ്പൽസറി PA എന്ന് പറയുന്നത് സ്വകാര്യ വാഹനമായാലും ട്രാൻസ്പോർട്ട് വാഹനമായാലും നിർബന്ധമാണ്. അത് പോളിസിയുടെ കൂടെ എടുത്തിരിക്കണം. ഇനി ഓട്ടോ, ടാക്സി, ബസ് പോലെയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക്
പാസഞ്ചർ ലയബിലിറ്റി നിർബന്ധമായി എടുത്തിരിക്കണം. അത് ആഡ് ഓൺ കവറുകളല്ല. കാരണം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പാസഞ്ചർ ലയബിലിറ്റി ഇൻഷുറൻസിൻ്റെ കൂടെ നിർബന്ധമാക്കിയിരിക്കുന്നത്. ഒരു ഫുൾ കവർ ഇൻഷുറൻസിൻ്റെ ഓഡി പോർഷനിലും നമുക്ക് ധാരാളം ആഡ് ഓൺ കവറുകൾ ചേർക്കാൻ പ്രൊവിഷനുണ്ട്. അത് ഏതൊക്കെ വേണമെന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമുക്ക് താല്പര്യമുള്ളത് ഏതാണോ, ആവശ്യമുള്ളത് ഏതാണോ, ഇതെടുത്ത് വെക്കുന്നത് ഭാവിയിലെ നമ്മുടെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിന് സഹായിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരു കീ ലോസ്റ്റ് പ്രൊട്ടക്ഷൻ, വീൽ ആൻഡ് റിം പ്രൊട്ടക്ഷൻ, എൻജിൻ പ്രൊട്ടക്ഷൻ, ഇങ്ങനെ നിരവധി ആഡ് ഓൺ കവറുകൾ ഓരോ ഓഡി പോർഷനിൽ ചേർക്കാൻ കഴിയും. നമ്മുടെ വാഹനത്തിൻ്റെ വിലയ്ക്കനുസരിച്ച് ഇതെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വാഹനത്തിൻ്റെ ഓഡി പോർഷൻ്റെ പ്രീമിയം അതിൻ്റെ IDVയിൽ നിക്ഷിപ്തമാണ്. കാരണം വാഹനത്തിൻ്റെ ആ സമയത്തുള്ള വിലയാണ് IDV എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഞാൻ ഓടിക്കുന്ന വാഹനം എൻ്റെ അമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ഓടിച്ചു പോകുമ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ? ഈ ചോദ്യം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പലതരത്തിൽ ഇതിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. അച്ഛൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത വാഹനം മകൻ ഓടിക്കാം, അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾ ഓടിക്കാം, ഇല്ലെങ്കിൽ ഉടമസ്ഥരല്ലാത്ത ആര് വേണമെങ്കിലും ഓടിക്കാം. ഇവർ ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ഉത്തരം ഇതാണ്. നിങ്ങളുടെ വാഹനത്തിന് അതിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ അൺനെയിംഡ് പാസഞ്ചർ കവർ ചേർത്തിട്ടുണ്ടെങ്കിൽ, കൂടാതെ ഈ ഓടിക്കുന്നയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി ഉള്ളതാണെങ്കിൽ, ഇയാൾക്ക് അൺനെയിംഡ് പാസഞ്ചർ കവറിൻ്റെ സുരക്ഷ ലഭിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, അൺനെയിംഡ് പാസഞ്ചർ കവറിൻ്റെ പ്രീമിയം നമ്മൾ അടയ്ക്കുന്നത് RCയിൽ പാസഞ്ചറും ഡ്രൈവറും ഉൾപ്പെടെ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ അത്രയും പേർക്ക് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓടിക്കുന്നയാൾ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് അൺനെയിംഡ് പാസഞ്ചർ കവറിൻ്റെ സുരക്ഷ ലഭിക്കുമെന്ന് പറയുന്നത്. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്ക് പോലും ഈ ഒരു സുരക്ഷ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു വളരെ പ്രസക്തമായ ചോദ്യം ഇതായിരുന്നു. ഒരു പുതിയ വാഹനം വാങ്ങിയപ്പോൾ 5 വർഷത്തെ തേർഡ് പാർട്ടിയും ആദ്യത്തെ 1 വർഷത്തെ ഫുൾ കവറുമാണ് ലഭിച്ചത്. 5 വർഷത്തേക്കും ഫുൾ കവർ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പുതിയ വാഹനം വാങ്ങുന്നവരെല്ലാം ഇതിൻ്റെ ഉത്തരം അറിഞ്ഞിരിക്കണം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് 5 വർഷത്തേക്ക് തേർഡ് പാർട്ടി നൽകുന്നത്. ഇനി 1 വർഷം കഴിഞ്ഞും, ആദ്യത്തെ 1 വർഷത്തേക്ക് മാത്രമാണ് ഫുൾ കവർ ഇതിലുള്ളത്. ഈ 1 വർഷം കഴിഞ്ഞും നിങ്ങൾക്ക് ഫുൾ കവർ ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അടുത്ത വരുന്ന ഓരോ വർഷവും ഈ ഇൻഷുറൻസിൻ്റെ ഓൺ ഡാമേജ് പോർഷൻ നമ്മൾ പ്രീമിയം അടച്ച് പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് തുടർന്നുള്ള കാലത്തേക്കും ഇതിൻ്റെ ഫുൾ കവർ നമുക്ക് നിലനിർത്താൻ കഴിയും. ഇതിനൊരു ഗുണമെന്ന് പറയുന്നത്, ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് നമുക്ക് തോന്നുകയാണ് നമ്മുടെ ആദ്യത്തെ ഇൻഷുറൻസ് എടുത്ത കമ്പനി നമുക്ക് തൃപ്തികരമായി സേവനം തരുന്നില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ, ഇതിൻ്റെ ഓൺ ഡാമേജ് പോർഷൻ മറ്റ് ഏത് കമ്പനിയിൽ പോയും നമുക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ 5 വർഷത്തേക്കുള്ള തേർഡ് പാർട്ടി അവിടെ നിലനിൽക്കും. ഒപ്പം ഓൺ ഡാമേജ് പോർഷനുള്ള പോളിസി മറ്റേത് കമ്പനിയിൽ നിന്നും നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓൺ ഡാമേജിൻ്റെയും തേർഡ് പാർട്ടിയുടെയും കാലാവധി നമ്മുടെ ഇൻഷുറൻസിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ഇനി നമ്മുടെ ആദ്യമെടുത്ത 5 വർഷത്തേക്കുള്ള ആ പോളിസിയിൽ കമ്പൽസറി PA നമ്മൾ ചേർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ 5 വർഷത്തേക്കും ഇത് തരാൻ ഉള്ള ഒരു പ്രൊവിഷൻ അവിടെയുണ്ട്. നമ്മൾ ചോദിച്ച് ഈ 5 വർഷത്തേക്കും CPA എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പല ഇൻഷുറൻസ് കമ്പനികളും അതങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കസ്റ്റമറെ സംബന്ധിച്ച് അതിനുള്ള ഏറ്റവും വലിയ ഗുണം അതിൽ ഒരു ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് ഈ പ്രീമിയം കിട്ടുമെന്നുള്ളതാണ്. ഒരു പുതിയ മോട്ടോർ കാറിൻ്റെ ഇൻഷുറൻസ് ആദ്യത്തെ 3 വർഷത്തേക്ക് തേർഡ് പാർട്ടിയും 1 വർഷത്തേക്ക് ഫുൾ കവറുമാണ് ലഭിക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ പുതുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനും ബാധകമാണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഞാൻ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക്
തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ളൂ എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതിലെ യാത്രക്കാരനായി എനിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ? തീർച്ചയായും ലഭിക്കും. കാരണം ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അത് കാറായാലും ഓട്ടോറിക്ഷ ആണെങ്കിലും ബസ്സാണെങ്കിലും അതിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കൂടെ പാസഞ്ചർ ലയബിലിറ്റി നിർബന്ധമായും ഉണ്ടാകും. കാരണം ഇതൊരു ആഡ് ഓൺ കവറല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മറ്റൊരു വളരെ പ്രസക്തമായൊരു ചോദ്യം ഇതായിരുന്നു: തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളൊരു വാഹനം ഫുൾ കവറാക്കി മാറ്റാൻ സാധിക്കുമോ? ഇതിൻ്റെ ഉത്തരം, ഇതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണ് എന്നുള്ളതാണ്. കാരണം വാഹനത്തിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ ക്ലെയിം ഹിസ്റ്ററി ഇവയെല്ലാം ആശ്രയിച്ചിട്ടാണ് കമ്പനികൾ ഇത് തേർഡ് പാർട്ടി ഫുൾ കവർ ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം: ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റിയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസിൽ പേരുമാറ്റം നടത്തണം? അതിൻ്റെ ഉത്തരം ഇതാണ്: വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റി 14 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസിൽ പേരുമാറ്റം നമ്മൾ നടത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, വളരെ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇൻഷുറൻസിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കട്ടെ. നന്ദി.